ഇന്ന് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നല്ല. ഞാന് ഞാന് തിരുവല്ലയിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ തിരുവല്ലയിൽ 5 ദിവസവും ബാക്കി 3 ദിവസം തിരുവനന്തപുരമാണ്. തിരുവല്ലയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് എല്ലാം അപരിചിതമായ മുഖങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഞാൻ എങ്ങനെ ഈ ബിസിനസ് ഇവിടെ എങ്ങനെ പറയും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ഓപ്പർച്യൂണിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കർഷകരും മറ്റുമാണ് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ 2 പ്രോഡക്റ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാരെ കണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് ഉണ്ടാക്കി. സ്റ്റെറിക്ലീനും നമ്മുടെ ആക്ടിവേറ്റിയും. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റെറിക്ലീനിനെ പറ്റി ഒന്ന് ഒരു ചെറിയൊരു ഡീറ്റെയിൽ തരാം. സ്റ്റെറിക്ലീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ബെനിഫിറ്റ് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഒരു വണ്ടർഫുൾ ഡിസ്ഇൻഫെക്റ്റൻ്റ് പ്രോഡക്റ്റാണ്. എല്ലാ പ്രതലങ്ങളെയും പരിപൂർണമായിട്ട് അണുവിമുക്തമാക്കിയെടുക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇത് ഫംഗിസൈഡാണ്, ജെർമിസൈഡാണ്, വൈറസൈഡാണ്. അങ്ങനെ 3 രീതിയിലുള്ള പരിപൂർണമായിട്ടുള്ള അണുക്കളെ ഇത് നശിപ്പിച്ചു വിടുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്ത് തന്നെ ഏറ്റവും സേഫായിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ് നമ്മുടെ സ്റ്റെറിക്ലീൻ. നമുക്ക് ഫുഡ് കോണ്ടാക്റ്റ് ഉള്ള പ്രതലങ്ങളെ വരെ പരിപൂർണമായിട്ട് അണുവിമുക്തമാക്കി എടുക്കാൻ പറ്റും. അത് ബയോഡിഗ്രേഡബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു ദോഷവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സ്റ്റെറിക്ലീൻ ഞാൻ ധാരാളം ഹോട്ടലിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്, കോളത്ത് വെച്ച്. പിന്നെ അതുകൂടാതെ ഞാനിപ്പോൾ ഇവിടെ ഈ തിരുവല്ലയിൽ ഒരുപാട് വീടുകളിൽ ഞാൻ ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം ഡെമോകൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. എങ്ങനെ ഡെമോ ചെയ്യണം, അതിനകത്ത് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ്, ഇതിൽ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബെൻസാൽകോണിയം ക്ലോറൈഡ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതൊരു വണ്ടർഫുൾ കണ്ടന്റാണ്. അത് മറ്റ് പ്രോഡക്റ്റിലൊക്കെ അതൊന്നും ചേർന്നിട്ടില്ല. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കണ്ടന്റ് ചേർന്നായിട്ട് കണ്ടിട്ടില്ല. ആ രീതിയിൽ ഒരു സൂപ്പർ പ്രോഡക്റ്റാണ്. പിന്നെ ഇപ്പോഴും നോക്കുവാണെങ്കിൽ സാംക്രമിക രോഗങ്ങളുടെ ഒരു നിര തന്നെ നമുക്കിപ്പം പത്രം എടുത്താൽ കാണാൻ പറ്റും. ഇപ്പം പുതിയതായിട്ട് കാണുന്ന ഷിഗല്ല എന്ന് പറയുന്ന രോഗത്തിൽ കുറച്ച് പേര് മരിച്ചായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞു. നമ്മുടെ പ്രോഡക്റ്റ് ഇത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്കിത് എല്ലാ പ്രതലങ്ങളിലും ഉപയോഗിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് ഈ സാംക്രമിക രോഗങ്ങളെ നമുക്ക് തടയാൻ പറ്റും. കാരണം എന്താണ്, ഇത് ഫംഗിസൈഡാണ്, ജെർമിസൈഡാണ്, വൈറസൈഡാണ്. എല്ലാ രീതിയിലുള്ള അണുക്കളെയും നശിപ്പിക്കും. നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക. ഇതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഈ അണുക്കൾ പരിപൂർണമായിട്ട് നശിച്ചു പോകും. അതാണ് സ്ഥിതി. പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ H1N1 വൈറസിനെ വരെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പട്ടിയോ പൂച്ചയോ എലിയോ ഒക്കെ ചത്തു കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അതിനെ കുഴിച്ചിടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല മാരകമായ അസുഖം നമുക്ക് പിടിപെടും. ഇത് ഡൈല്യൂട്ട് ചെയ്ത് അതിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുഴിച്ചിടാം. അതുകൂടാതെ പിന്നെ ഈ പട്ടിക്കൂട്, പിന്നെ കോഴിക്കോട്, പിന്നെ പശുക്കൾ കിടക്കുന്ന തൊഴുത്ത്, ഇവിടെ എല്ലാം അണുവിമുക്തമാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബാൾട്രി ഫാമാണ് സുഗുണ ബാൾട്രി ഫാം. അവിടെ കോഴി വസന്ത വരാതിരിക്കാൻ വേണ്ടി അവര് നിരന്തരം ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റെറിക്ലീനാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന്. അതുകൂടാതെ ഈ തൊഴുത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പശുക്കളുടെ കുളമ്പ് രോഗം വരാതെ സംരക്ഷിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോഡക്റ്റാണ്. അതുകൂടാതെ നമുക്ക് പിന്നെ ഈ പട്ടിക്കൂട്ടിലൊക്കെ അടിച്ചാൽ അതിന് അണുക്കളില്ലാതെ അതിനെ പരിപൂർണമായിട്ട് സംരക്ഷിക്കാൻ പറ്റും. അത്ര ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് ഈ സ്റ്റെറിക്ലീൻ. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ പകർച്ചവ്യാധികൾ വരുന്ന സമയത്ത് ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഇത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് രോഗവിമുക്തി വരാതെ സംരക്ഷിക്കാൻ പറ്റും, ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഇത് 1 ലിറ്റർ കൊണ്ട് 1000 ലിറ്ററായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. നമുക്ക് ഒരു 15 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 4-5 രൂപ മാത്രമേ ചിലവാകുന്നു. അത്രയ്ക്ക് ലാഭകരമാണ്. നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ഇന്നും ഒരു
ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ എന്തോ ആഫ്രിക്കൻ കൊച്ചിൻ്റെ ശല്യമുണ്ട്, അത് സാർ അവിടെ ഒന്ന് അവർക്കൊന്ന് പ്രൊമോട്ട് ചെയ്ത് അതൊന്ന് ഡെമോ കാണിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ അവരുടെ ഡീറ്റെയിൽ ഒക്കെ തരൂ, ഞാൻ എപ്പോഴും തന്നെ ഡീറ്റെയിൽ അയച്ചു തരും, ഞാൻ ചെന്ന് സംസാരിച്ച് അവർക്ക് ഡെമോ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ പട്ടായ. വിഷ്ണു ഹലോ, ശരി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ആക്ടിവേറ്റിനെ പറ്റി പറയുന്നുമ്പേ ഞാൻ ആദ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ കർഷക രാജ്യമാണ്. കൃഷിക്കാരാണ് ഇവിടെ ഇന്ത്യയിൽ കൂടുതലുള്ളത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കമ്പനി ഇറക്കിയ പ്രോഡക്റ്റാണ് നമ്മുടെ ആക്ടിവേറ്റ്, അതേപോലുള്ള കുറെ ഉൽപ്പന്നങ്ങൾ. അത് നട്ടലാണ്. അവരെ സംരക്ഷിക്കേണ്ട രാജ്യത്തിന്റെ കടമയാണ്. അപ്പോൾ നമുക്ക് ഈ ആക്ടിവേറ്റിയെ പറ്റി നോക്കാം. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ധാരാളം കർഷകരെ കാണാൻ കഴിയും. അവിടെ ഞാനിത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ആക്ടിവേറ്റിന്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം. ആക്ടി ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു അഡ്വാൻസ് ടെക്നോളജിയിൽ വരുന്നതാണ്. ആക്ടി ഗോൾഡ് രണ്ടും ഒരേ പ്രവർത്തനം തന്നെയാണ്. ഇതിൻ്റെ ഒന്ന് ആക്ടിവേറ്ററാണ്, ബെറ്ററാണ്, സ്പ്രെഡറാണ്. എല്ലാ ചെടികൾക്കും തോട്ടങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ആക്ടിവേറ്റ്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളത്തിൻ്റെ കൂടെയും നമുക്ക് കീടനാശിനിയുടെ ചേർത്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ധാരാളം വിളകൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതാണ് ഈ ആക്ടിവേറ്റർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടാതെ വളത്തിൻ്റെ കൂടെയോ കീടനാശിനിയുടെ കൂടെയോ എല്ലാം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ശക്തി ത്വരിതപ്പെടുത്താനും ഇതൊരു വലിയ പവർഫുൾ ആക്കി മാറ്റാനും കഴിയുന്നുണ്ട്. അതായത് ഒരു കീടം ഒരു ഇലയിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കീടത്തിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതില് മറ്റ് വിളവിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഇത് ത്വരിതപ്പെടുത്തുന്നു, വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്ത് അതിന് നല്ല വിളകൾ കിട്ടുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പ്രെഡർ എന്ന് പറയുമ്പോൾ ഇത് എല്ലാ ഏരിയയിലും പടർന്ന് അങ്ങ് പിടിക്കുകയാണ്. നമ്മൾ ഒരു ഇലയിൽ ഒരു കീടം ഇരിക്കുകയാണെങ്കിൽ കീടനാശിനി അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏത് ഭാഗത്താണോ വീഴുന്നത് അവിടെ മാത്രമേ അത് അവിടെ വീണ് കഴിഞ്ഞാൽ അവിടെ കീടം ഇല്ലെങ്കിൽ അത് നശിച്ചു പോയില്ല, അത് പെരുകിക്കൊണ്ടിരിക്കും. അതേസമയം അതിൻ്റെ കൂടെ നമ്മുടെ ആക്ടിവേറ്റിയും കൂടെ കലർത്തി നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് എല്ലായിടത്തും വ്യാപിക്കുമ്പോൾ ആ കീടത്തിനെ പരിപൂർണമായിട്ട് നശിപ്പിക്കാൻ കഴിയും. അതാണ് ഈ ആക്ടിവേറ്റിന്റെ ഈ സ്പ്രെഡറിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇത് കീടങ്ങളെ നശിപ്പിക്കുന്നു, അതുകൂടാതെ ഇത് വ്യാപിക്കുന്നു, ത്വരിതപ്പെടുത്തുന്നു. ഇതിന്റെ എല്ലാ പവറും ഇത് ത്വരിതപ്പെടുത്തി ഇത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഗുണമാണ് ഇതൊരു ബെറ്ററാണ്. ബെറ്റർ എന്ന് പറയുമ്പം വളരെ ഇത് ആഴത്തിൽ ചെന്ന് നമ്മുടെ ചെടികളുടെയൊക്കെ ആഴത്തിൽ ചെന്ന് ഒരു 4-5 ലെയർ വരെ ഈ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൂടാതെ നമ്മൾ വളം ചെയ്യുന്നുണ്ട്. വളത്തിൻ്റെ ഇത് കരരൂപത്തിലുള്ള വളങ്ങൾ ഒരിക്കലും ചെടിക്കോ മരത്തിനോ ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ ആക്ടിവേറ്റ് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ ഈ കരരൂപത്തിലുള്ള വളം ഇത് ദ്രാവക രൂപത്തിലാക്കി എടുക്കുകയും ഇത് ഈ ചെടികളുടെ വേരിനെ അതിൻ്റെ സർഫസിനെ അത് സോഫ്റ്റ് ആക്കുകയും ഇത് ഈസി ആയിട്ട് എടുത്തു കൊടുക്കാനും സാധിക്കുന്നു. അങ്ങനെ ഈ വക കാര്യങ്ങൾ ഞാനിവിടെ കർഷകർക്കൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ ധാരാളം പേർക്ക് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിലാവുന്ന ഈ സ്റ്റെറിക്ലീനും ആക്ടിവേറ്റിയാണ്. ഈ സ്റ്റെറിക്ലീനും ആക്ടിവേറ്റ് കമ്പൈനായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കമ്പനി ഇത് അവകാശപ്പെട്ടിട്ടില്ല, കമ്പനി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഈ സ്റ്റെറിക്ലീനും ആക്ടിവേറ്റിയും കൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മണ്ടരിയെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു 15 ലിറ്റർ വെള്ളത്തിൽ ഈ സ്റ്റെറിക്ലീൻ 10 ml ഇതിൻ്റെ ഒരടപ്പ്, ആക്ടിവേറ്റിയും 10 ml കലക്കി
ഇതിന്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ ഇത് വേര് വഴി എടുത്തുകൊണ്ട് പോയിട്ട് തടി വഴി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു 6 മാസം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ 7ാമത്തെ മാസം ആകുമ്പം പുതിയ ഇലകൾ വരുന്നുണ്ട്, അതിൻ്റെ ഓല മഞ്ഞളിപ്പ് മാറുന്നുണ്ട്, മണ്ടരി, കൊമ്പൻചല്ലി ഇതിനെല്ലാം നശിപ്പിച്ച് തെങ്ങിനെ പരിപൂർണമായിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ ഞാൻ ഓരോ കർഷകർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതനുസരിച്ച് അവർ വാങ്ങിച്ചുപയോഗിക്കുന്നുണ്ട്. അതിൽ 3 മാസത്തിന് മുമ്പേ ഞാൻ കൊടുത്ത ഒരു കർഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇവിടെ അടുത്ത് താമസിക്കുകയാണ്. അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ടു. എങ്ങനെയുണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചപ്പോൾ എന്താ അനുഭവമാണ് നിങ്ങളുടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ തെങ്ങിനൊക്കെ ഒഴിക്കുന്നുണ്ട്, തെങ്ങിന് കുറച്ച് താമസിച്ചല്ലേ റിസൾട്ട് വരുള്ളൂ. അതിൻ്റെ ചുവട്ടിൽ ഉണങ്ങി പോവാറായിരുന്ന ഒരു കോവലുണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിൽ ഈ ആക്ടിവേറ്റ് വീണ് ഇതങ്ങ് പടന്ന് പന്തലിച്ച് ഇപ്പൊ ഒരു 8-10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് നിറച്ച് കോവല് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇതൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഇത് എല്ലാവർക്കും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അദ്ദേഹം കുറെ നമ്പരൊക്കെ തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, അപ്പോൾ താങ്കളെയാണ് ഞാൻ ഇത് ഉപയോഗിച്ച അനുഭവം പറയാനായിട്ട് താങ്കളെ ഞാൻ അവരുടെ അടുത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പം സത്യസന്ധമായ മറുപടികൾ പറഞ്ഞു കൊടുക്കണം, അവർക്കും ആ ബെനിഫിറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കും, ഇത് സൂപ്പർ പ്രോഡക്റ്റ് ആണെന്ന് അവർ നേരിട്ട് പറഞ്ഞു. ഇത് മാത്രമല്ല, നമ്മൾ ധാരാളം ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഓഫാണോ? ഓ അത് ശരി, ഓക്കെ. ഞാൻ ഇതാണ് നമ്മുടെ ആക്ടിവേറ്റ്. ഇത് സ്റ്റെറൈക്ലൈൻ. ഇത് 1 ലിറ്റർ നമുക്ക് 1000 ലിറ്ററായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. ഇതും അതേപോലെ തന്നെ 1 ലിറ്റർ 1000 ലിറ്ററായിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. 15 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇത് 14-15 രൂപയാവുന്നുള്ളൂ. എത്ര ലാഭകരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കും. വില നോക്കുമ്പോൾ ചെറിയ നമുക്ക് പെട്ടെന്നൊരു വില കൂടുതലായിട്ട് തോന്നുന്നു, പക്ഷെ ഉപയോഗത്തിൽ ഇത് ഭയങ്കര ലാഭകരമാണ്. ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷി ഓഫീസിലൊക്കെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ടരിക്ക് ഇതിൻ്റെ മുകളിൽ തളിക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് പ്രായോഗികമല്ല. ഒന്ന്, ഇത് ഈ നമ്മൾ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ചുവട്ടിൽ കൊടുത്ത് ഇതിൻ്റെ വേര് വഴി എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ. ഒന്ന്, തേങ്ങ വെട്ടാൻ പോലും ആളിനെ കിട്ടാത്ത കാലത്ത് ഈ മണ്ടരിക്ക് മരുന്നിനെ തളിക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര ചിലവാണ്, കർഷകർക്ക് അത് ഭീമമായ ചിലവാണ്. അത് ഒരിക്കലും അതങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് നഷ്ടമല്ലേ. ഇത് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഒഴിക്കാൻ 10-20 രൂപയല്ലേ ഉള്ളൂ. ഈ രണ്ടും കൂടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലാഭമല്ലേ. ഇത് 50 തെങ്ങിന് ഒഴിക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അതുകൂടാതെ നമുക്ക് വാഴയുണ്ട്. എന്താ സാറേ? അതിൻ്റെ കൂടെ ആക്ടിവേറ്റിൻ്റെ കൂടെ നമുക്ക് സ്റ്റെറിക്ലൈനും കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കീടനാശിനിക്ക് പകരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഉപയോഗിച്ചുള്ള അനുഭവമാണ്. ഏതൊക്കെ വിളകൾക്ക്? നമുക്ക് വിളകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിളകൾക്കും, വാഴത്തോട്ടമായിരുന്നാലും കരിമ്പും തോട്ടമായിരുന്നാലും നെൽകൃഷി ആയിരുന്നാലും റബ്ബറാണെങ്കിലും തെങ്ങാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ആക്ടിവേറ്റ്. ഇത് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റെറിക്ലൈൻ ആഡ് ചെയ്യണ്ട. പിന്നെ ഈ അസുഖമുള്ള തെങ്ങിനോ വാഴയ്ക്കോ മാത്രം നമ്മൾ സ്റ്റെറിക്ലൈൻ അതിൻ്റെ പ്രപ്പോർഷൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്താൽ മതി. 15 ലിറ്റർ വെള്ളത്തിൽ ഓരോ അടപ്പ്. നമുക്ക് വാഴയ്ക്കാണ് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഉപയോഗിച്ചുള്ള അനുഭവമാണ്. ഈ തണ്ടുവരപ്പൻ വാഴയ്ക്ക് വരാറുണ്ട്. നമ്മൾ വാഴയ്ക്ക് ഇത് 15 ലിറ്റർ കലക്കിയിട്ട് 1 മഗ് വീതം ഒഴിച്ചു കൊടുക്കാവും. 3ാമത്തെ ഇല വരുമ്പോൾ ആ തണ്ടുവരപ്പ് മാറിയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം, ഡെമോ കാണിച്ചു കൊടുക്കാം. ഇന്ന് കൂടാതെ ഒരു ഹെൽത്ത് ഇൻസ്ട്രക്ടർ വീട്ടിൽ വന്നു. അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഭയങ്കര ബഹളമാണ്, നിങ്ങളതിൽ അതിന് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു നമ്മളതിൽ ഒരു സ്റ്റെറിക്ലൈൻ പറഞ്ഞ് വണ്ടർഫുൾ പ്രോഡക്റ്റ് ഉണ്ട്, അത് അതിൻ്റെ ആ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗത്ത് വീഴുവാണെങ്കിൽ അത് ചാവുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തോടിൽ വീണ ചാവത്തില്ല, അത് ഇങ്ങനെ ഇഴഞ്ഞ് സഞ്ചരിക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ അത് ചാവുമെന്ന് പറഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് അവർക്കുള്ള വിളകളെയും അവരെ വീടിനെ എല്ലാം സംരക്ഷിക്കാൻ പറ്റും. അവർ കാട് തെളിച്ചപ്പം വീട്ടിലോട്ട് ഈ ആഫ്രിക്കൻ വെച്ച് കയറുന്നെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ,
എൻ്റെ നമ്പർ കൊടുക്കും. ഞാൻ അവിടെ ഒന്ന് അവർക്ക് പ്രോഡക്റ്റ് ഡെമോ ചെയ്ത് കൊച്ചിനെ കാണിച്ചു തന്നാൽ അതിനെയും കൂടെ നമ്മൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ MD എന്ന് പറഞ്ഞാൽ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കുറേ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ള കമ്പനി. MDക്ക് മനസ്സിലായി, കാരണം കർഷകരാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു നട്ടല് എന്ന് മനസ്സിലാക്കിയാണ് കമ്പനി ഈ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. സമീർ മോഡി സാറിനും മോദി കെയറിനും എൻ്റെ ഹാർദമായ നന്ദി അറിയിക്കുന്നു. ജയ് മോദി കെയർ, ജയ് സമീർ ജി. എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. രവീന്ദ്രൻ സാർ